നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. സമകാലിക സംഭവങ്ങളിലെല്ലാം അതിനിശിതമായി വിമർശിക്കേണ്ടതിനെ വിമർശിക്കുകയും ഇടപെടേണ്ടതിനെ ഇടപെടുകയും, എന്നാൽ കേസ് കൊടുക്കേണ്ട ചില സംഭവങ്ങളൊക്കെ നടന്നാൽ കേസിന് പോലും മടിക്കാത്ത ഒരു സംഘടനയുണ്ട്. കാസ എന്ന സംഘടനയാണ്. അവർ രാഷ്ട്രീയമാവട്ടെ സിനിമയാവട്ടെ സമൂഹത്തിൽ നടപാടുന്ന സകല പുഴുക്കത്തുകൾക്കെതിരെയും പ്രതികരിക്കാറുണ്ട്. ഇപ്പോൾ ഇതാ സിനിമ വിവാദത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് ക്യാപ്സൂളുമായി വന്ന ആഷിഖ് അബുവിനെ വാരി അലക്കുന്ന കാസയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്: പിടിച്ചു നിൽക്കാൻ മറ്റൊരു മാർഗം ഇല്ലാതെ വന്നപ്പോൾ ഇത്രയും കാലം ജാതിയും മതവും ഇല്ലാത്ത സഖാവിൻ്റെ മൂടുപടം അണിഞ്ഞിരുന്ന ആഷിഖ് അബു തൻ്റെ അവസാന ആയുധം പുറത്തെടുത്തിരിക്കുന്നു. മലയാള സിനിമയിൽ മയക്കുമരുന്നില്ല, ഞമ്മൻ്റെ മതമാണ് പ്രശ്നം. മലയാള സിനിമയിലും പൊതുസമൂഹത്തിലും വളരെ കാലമായി പരസ്യമായിരുന്ന രഹസ്യങ്ങൾ ഒരു ഗായിക പൊതുസമൂഹത്തിന് മുന്നിൽ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞപ്പോൾ അതിനെതിരെ ഒരു വാക്കുപോലും മറുപടിയായി ഉരിയാടാൻ ആഷിഖ് അബുവിനോ ഭാര്യ റിമ കല്ലിങ്ങനോ മാറിയ സാഹചര്യത്തിൽ ധൈര്യമില്ല. വ്യാജനും ഒറിജിനലുമായിട്ടുള്ള ഇരകൾ ഒന്നൊന്നായി പരാതികളുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ മയക്കുമരുന്ന് അടിമയാക്കപ്പെട്ട് സർവ്വതും നഷ്ടപ്പെട്ട് ജീവിതം നശിച്ച അനവധി ഇരകളിൽ ആരെങ്കിലുമൊക്കെ ആത്മരോഷത്തോടെ ഗായിക സുചിത്രയുടെ വാക്കുകളെ ശരിവെച്ചുകൊണ്ട് രംഗത്തെത്തുമെന്ന് ഇവർ ഭയപ്പെടുന്നു. മാത്രമല്ല, തങ്ങളുടെ കൂട്ടത്തിൽ നിന്നാരും തന്നെ തങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കില്ല എന്നതും ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ പതിവ് ആയുധം അവർ പുറത്തെടുത്തു: മതം. മലയാള സിനിമയിൽ ഒരു ലഹരി ഉപയോഗവുമില്ല എന്ന് തന്നെ ക്ലീൻ ചിറ്റ് നൽകുന്നതിനോടൊപ്പം താൻ മുസ്ലിം ആയതിനാൽ സംഘപരിവാർ ആണിതിന് പിന്നിലെന്നും കണ്ടെത്തിയിട്ടുണ്ട് മിസ്റ്റർ ആഷിഖ് അബു. മുൻപ് ഷൈൻ ടോം ചാക്കോ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ താൻ ന്യൂനപക്ഷക്കാരനോ ക്രിസ്ത്യാനിയോ ആയതുകൊണ്ടാണ് തനിക്കെതിരെ ഇത്തരത്തിലൊരു കേസുണ്ടായത് എന്ന ഇരവാദം അന്ന് ആരെങ്കിലും കേട്ടിരുന്നോ? ഞാൻ കേട്ടിരുന്നില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിരുന്നോ എന്നറിയില്ല. അയാൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഇത്തവണ മുകേഷോ ജയസൂര്യയോ രഞ്ജിത്തോ തങ്ങൾ ഹിന്ദു ആയതുകൊണ്ടാണ് തങ്ങൾക്കെതിരെ ഈ ആരോപണം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞോ? ഇല്ല. കാരണം മലയാള സിനിമയെ ഗ്രസിച്ചിരിക്കുന്ന മയക്കുമരുന്നും മത മൗലികവാദവും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. അതിലൊക്കെ ആരൊക്കെയോ അറിഞ്ഞും അറിയാതെയും പങ്കു ചേർന്നിട്ടുണ്ട്, കണ്ണു ചേർന്നിട്ടുണ്ട്. അതിവിടെ കുറേ കാലമായിട്ടുള്ള ആരോപണമാണ്, ചില വെളിപ്പെടുത്തലുകളാണ്. ഇപ്പോൾ തങ്ങൾ അടിമുടി പിടിക്കപ്പെടും എന്നുറപ്പായപ്പോൾ സംഘപരിവാറിൻ്റെ മണ്ടയിലേക്ക് കുറ്റം ചാർത്തിക്കൊണ്ട്, അതായത് സംഘപരിവാറുകാർ സിനിമയിലുള്ള ചില പ്രത്യേക മതസ്ഥർക്കെതിരെയാണ് അത്ര ഈ ആരോപണം കൊണ്ടുവരുന്നത് എന്ന് പറയുമ്പോൾ ബുദ്ധിയുള്ളവർ ചിന്തിക്കുക, സംഘപരിവാർ ആയിരുന്നോ സിദ്ദിഖിനെതിരെ, മുകേഷിനെതിരെ, രഞ്ജിത്തിനെതിരെ ഒക്കെ ആരോപണമായിട്ട് വന്നത്? രഞ്ജിത്തിനെതിരെ നമുക്കറിയാം ഒരു കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്, ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകാരിയാണ് ആരോപണമായിട്ട് വന്നത്. അതേപോലെ തന്നെ സിദ്ദിഖിനെതിരെ വന്നതും പ്രഖ്യാപിത കമ്മ്യൂണിസ്റ്റുകാരിയാണ്. അതിലൊന്നും സംഘപരിവാറിന് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ആഷിഖ് അബുവിനെതിരെയും ആഷിഖ് അബുവിൻ്റെ ബീവിക്കെതിരെയും മാത്രം ഒരു ആരോപണം വന്നപ്പോൾ അതെങ്ങനെയാണ് സംഘപരിവാറിൻ്റെ ഗൂഢാലോചനയാവുന്നത്, സംഘപരിവാർ എപ്പോഴും ആരോപിക്കുന്നതാവുന്നത്? അവിടെയാണ് ഒരാവശ്യവുമില്ലാതെ അയാൾ മതം പിടിച്ചിടുന്നത്. അയാൾ സഖാവാണ് എന്ന് നടിച്ചാണ് നടക്കുന്നത്. ആ സഖാവ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവസാന അടവായിട്ടുള്ള മതത്തിനെ തന്നെ പിടിച്ചിടുന്ന മനോഹര കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നന്ദില ജിമാർട്ട് ബെൻസ ഓഫർ. ഗോപു നന്ദില ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. ബെൻസ ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം 5 മാരുതി എക്സ്പ്രസോ കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപു നന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.